എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ റോബിൻ ആണെങ്കിൽ അവളുടെ കൈകൾ വെച്ച് ബിഗ് മോമിനെ ഉരുട്ടി ഉരുട്ടി സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് താഴേക്കിടും. പരസ്പരം ആണെങ്കിൽ ആ ഒരു സീൻ കണ്ട് ഷോക്ക് ആവുകയാണ്. ഇപ്പൊ പരസ്പരം അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവള് ലൂഫിക്കെതിരായിട്ട് അവനെ ഡൈവോർട്ട് ചെയ്യിപ്പിക്കും. സോ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അതേസമയം യോഷിറോ ലോക്ക് ചെയ്ത ആ ഒരു ജയന്റ് അവനാണെങ്കിൽ ആ ചെയിനുകളെല്ലാം തന്നെ തകർത്ത് പുറത്തേക്ക് വരികയാണ്. അവനാണെങ്കിൽ യോഷിറയെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നും. അവൻ കൂടെ നിന്ന് ചെയ്യും ഞങ്ങളെ ചതിക്കുകയായിരുന്നു, ഒരു കാരണവശാലും അവനെ വെറുതെ വിടില്ല, ഓർഡന്റെ റീറ്റെയിനേഴ്സ് അവരാരായിരുന്നാലും എന്റെ കൈകൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞ് യോഷിറോയെ ലക്ഷ്യമാക്കി അങ്ങനെ നടന്നു പോകും. മറ്റൊരു ഭാഗത്ത് അക്കസായ മെമ്പേഴ്സ് അവരാണെങ്കിൽ ഇപ്പൊ കൈഡോയുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. മിൻസ് ആണെങ്കിൽ അവറ്റുള്ള പവർ ഉപയോഗിച്ച് ജാക്കിനെയും കൈഡോയെയും ഒരുപോലെ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. മിൻസ് എല്ലാം തന്നെ ഇപ്പൊ സുലോങ്സ് ആയിട്ടിരിക്കുകയാണ്. ജാക്ക് ആണെങ്കിൽ അവന്റെ ഫുൾ പവർ പുറത്തേക്ക് റിലീസ് ചെയ്ത് സുലോങ് ആയി മാറിയ ഒരു ജയന്റ് ആനെ അറഞ്ചം പുറഞ്ച് ഇട്ടിച്ച് തെറിപ്പിക്കുകയാണ്. ആക്ച്വലി അവരുടെ പവർ അത് സുലോങ് ആയി മാറിയാൽ ഒരുപാട് കൂടുതലാണ്. പവർഫുൾ ആയ മിൻസിനെ അവറ്റുകളെ അടിച്ച് തോൽപ്പിക്കണമെങ്കിൽ ജാക്കിന്റെ പവർ അത് വേറെ ലെവൽ തന്നെയാണ്. ഓർഡന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഇപ്പൊ മിൻസുകളെ സഹായിക്കാൻ അവരുടെ അടുത്തേക്ക് പോകും. അത് കണ്ട ഡോഗും കാറ്റും അവർ രണ്ടുപേരും പറയും വേണ്ട, ഇത് ഞങ്ങളുടെ റിവഞ്ച് ആണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പോൾ ഒരു ജയന്റ് സുലോങ്സ് ആയിട്ട് അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അതുകൊണ്ട് ജാക്ക് പോലും ഒരു നിമിഷം ഷോക്കായിട്ട് അവരെ തന്നെ നോക്കി നിൽക്കും. ലൂഫി ആണെങ്കിൽ ഞൊട്ടിയിടയിൽ ഇപ്പൊ ക്വീന്റെ അടുത്തേക്ക് വരികയാണ്. ക്വീൻ ആണെങ്കിൽ ലൂഫിയെ കണ്ട് ഷോക്കായി ഒച്ചത്തിൽ നിലവിളിക്കും. അവൻ തിരിഞ്ഞു നോക്കും, തൊട്ടു പുറകില് ജോറോ ആണെങ്കിൽ ലൂഫിയോട് കൈഡോ അവൻ എവിടെയും ചോദിക്കും. അതിന് ലൂഫി ആണെങ്കിൽ മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ച് അവൻ മുകളിലുണ്ട്, ഞാനും അവന്റെ അടുത്തേക്കാണ് അവനായിട്ട് ശ്രമിക്കണേന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ അവന്റെ ഫോഴ്സ് ഉപയോഗിച്ച് മുകളിലേക്ക് അങ്ങനെ ഫ്ലൈ ചെയ്യാണ്. അത് കണ്ട് ജോറോയും ഇപ്പൊ അവന്റെ കാലിൽ പിടിച്ച് മുകളിലേക്ക് പോകും. അവർ ഓൾമോസ്റ്റ് ഇതിന്റെ മുകളിൽ എത്തേണ്ട താമസം ഇവിടെ അപമാനിതനായ നമ്മുടെ ക്വീൻ അവനാണെങ്കിൽ അവന്റെ ഡ്രാഗൺ രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ആയി ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കട്ടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ സോറോയും ലൂഫിയും അവർ രണ്ടുപേരും കൈമടക്കി ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ ക്വീൻ തെറിച്ചു പോവും. നമ്മുടെ ആൾക്കാർ പുറത്തായിട്ടുള്ള ഒരു മോൺസ്റ്ററിനെ ലക്ഷ്യമാക്കി അങ്ങനെ തെറിച്ചു പോവാണ്. സോറോയും ലൂഫിയാണെങ്കിൽ താഴേക്ക് വീഴുന്നത് കണ്ട ഫ്രാങ്കിയും ഉസോപ്പും ചോപ്പറും അവരെല്ലാവരും കണ്ടെയ്നറും ബൈക്കുമായിട്ട് അവിടേക്ക് വന്ന് അവരെ സേവ് ചെയ്യും. ചോപ്പറാണെങ്കിൽ അവർ ഏതൊക്കെ പ്രതിബന്ധങ്ങൾ നേരിട്ടാണ് അവിടേക്ക് എത്തിയെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയും. ആദ്യം ആ മോൺസ്റ്റേഴ്സ്, പിന്നീട് ബിഗ് മോം, അങ്ങനെ ഒരുപാട് പേരെ നിന്നും ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചുമാണ് അവരിപ്പോൾ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയത്. അടുത്ത നിമിഷം അവരുടെ രണ്ടുപേരുടെയും വണ്ടികൾ അതങ്ങനെ ഒന്നാക്കി അവർ കമ്പൈൻ ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണ്. ഒരു ഉസോപ്പും ആണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ കൊടുത്തിരിക്കും. അതിന് ഫ്രാങ്കി ആണെങ്കിൽ ചെറിയൊരു ചൂട് സെറ്റ് ചെയ്ത് കൊടുത്ത് അവർ രണ്ടുപേരെയും താഴേക്ക് തള്ളിയിടുകയാണ്. ഇത് സിംഗിൾ മാൻ ഡ്രൈവ് ആണ്, ഇനി ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യാന്ന് പറയും. ഉസോപ്പ് ആണെങ്കിൽ ചീത്ത വിളിക്കും. പക്ഷെ ഫ്രാങ്കി ആണെങ്കിൽ സ്റ്റൈലായിട്ട് ആ റോബോട്ടിനെ അതിനെ അങ്ങനെ മുൻപോട്ടേക്ക് കൊണ്ടുപോവാണ്. ചുറ്റുമുണ്ടായിരുന്ന സാമുറായ്സ് എല്ലാം ഫ്രാങ്കിയെ അഭിനന്ദിക്കും. ഫ്രാങ്കി ആണെങ്കിൽ മുഴുവനായിട്ടും ആ ഒരു റോബോട്ടായി മാറുകയാണ്. അത് കണ്ട് സാമുറായ്സ് ഇപ്പോൾ ഒരു ദൈവത്തെ പോലെ കണ്ട് ഈയൊക്കെ കൂപ്പി അങ്ങനെ വണങ്ങി നിൽക്കും. അടുത്ത നിമിഷം ആ പിങ്ക് മോൺസ്റ്റർ അത് ഫ്രാങ്കിക്ക് നേരെ വരികയാണ്. ഫ്രാങ്കി ആണെങ്കിൽ ബീം പവർ ഉപയോഗിച്ച് വീണ്ടും അറ്റാക്ക് ചെയ്ത് ദൂരത്തേക്ക് തെറിപ്പിച്ചു കളയും. റോബോട്ട് പവർ കണ്ട് വില്ലന്മാരെല്ലാവരും 100-110 ഓടും. അതേസമയം ഇവിടെ സാഞ്ചിക്കാണെങ്കിൽ പ്രത്യേകിച്ച് പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്താ ആ ഒരു സ്യൂട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവന്റെ റിയൽ പവർ അത് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ ആ സ്യൂട്ടൊക്കെ ഊരി വെച്ച് വിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഒരുപാട് മോൺസ്റ്റേഴ്സ് അവനെ റൗണ്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുക. അടുത്ത നിമിഷം ലൂഫി അവൻ ചാടി വീണ് മോൺസ്റ്റേഴ്സുകളെ അവന്റെ കൈ ചുരുട്ടി തലങ്ങും വിലങ്ങും ആഞ്ഞടിക്കുകയാണ്. ഇവിടെ കിങ് ആണെങ്കിൽ ക്വീനോട് പറയും, നമ്മൾ കൊന്നുകൊണ്ടിരിക്കുന്നത് വെറും സോൾജിയേഴ്സിനെ മാത്രമാണ്, മെയിൻ ആയിട്ടുള്ള ആർക്കും അതൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ അപ്പാപ്പനാണെങ്കിൽ ആളുടെ കോൺഫിഡൻസ് സന്തോഷവും കൂടി വരും. കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ലൂഫിയാണ്. അവരോടൊപ്പം പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് പേര് ഇപ്പൊ ചേർന്ന് കഴിഞ്ഞു. സോ ഈ ഒരു യുദ്ധത്തിൽ അവർ തന്നെ ജയിക്കുന്നുള്ള ഒരു പോസിറ്റീവ് ചിന്ത അതവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത നിമിഷം ലൂഫി ആൻഡ് ടീമും അവിടെയുള്ള സോൾജിയേഴ്സും സാമുറായ്സും അങ്ങനെ എല്ലാവരും ചേർന്ന് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സാമുറായ്സ് അവരുടെ പവർ എല്ലാം കൂടി അവർ നല്ല രീതിയിൽ ആ വില്ലന്മാരുമായിട്ട് ചെറുത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഡ്രേക്ക് അവനാണെങ്കിൽ കണ്ണാടി പയ്യനോട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവനൊരു നേവി ഓഫീസറാണ്, കൊണ്ട് ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ഫൈറ്റിൽ പങ്കെടുക്കാനായിട്ട് കഴിയില്ല. നടക്കുന്ന ഓരോ കാര്യങ്ങളും അവനങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കണ്ണാടി പയ്യനാണെങ്കിൽ ലൂഫിയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി ഡ്രേക്കിന് പറഞ്ഞു കൊടുത്തതാണ്. അവനാണെങ്കിൽ അതെന്താണെന്ന് ഈ ഫൈറ്റിലാണ് തിരിച്ചറിയുക. അതായത് ആദ്യം അസിസ്റ്റൻസും സാമുറായ്സും അവർ ഫൈറ്റ് ചെയ്തത് ഒരു ആവറേജ് ലെവലിലാണ്. അതിനുശേഷം ലൂഫി ഇവിടേക്ക് എത്തിയതിനു ശേഷമാണ് ആ ഒരു ഫൈറ്റ്
ഫൈറ്റിന്റെ റേഞ്ച് മാറി മറിഞ്ഞതും നമ്മുടെ ആൾക്കാരുടെ എല്ലാവരുടെയും സ്ട്രെങ്തും പവറും കോൺഫിഡൻസും അതെല്ലാം കൂടിയത്. സോ കണ്ണാടി പയ്യൻ അവൻ പറഞ്ഞ സത്യമാണ്. ലൂഫിക്ക് ഒരു വല്ലാത്ത പവറും സ്പിരിറ്റും ഉണ്ട്. സമയം മറ്റൊരു ഭാഗത്ത് ആ കാർഡ് വില്ലൻ അവനാണെങ്കിൽ കാർഡൊക്കെ വെച്ച് എന്തോ ഒന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ക്വീനാണെങ്കിൽ ഒന്നും കണക്ട് ആവില്ല. ഒരു ഡോണിൽ വർഷങ്ങളായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരുപാട് പ്രസനേഴ്സ് അവരെല്ലാവരും ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് ടൈം പോലും ക്വീൻ ആ വാർഡനെ കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയതാണ്. പക്ഷെ അപ്പൊ പോലും അവൻ ഒന്നിനെ കുറിച്ചും യാതൊരു സൂചനയും തന്നില്ല. ഇനി ഒരു പക്ഷേ അവനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ പറയിപ്പിച്ചതായിരിക്കോ, എന്തായിരിക്കും ഡോണിൽ സംഭവിച്ചിട്ടുണ്ടാവുമെന്നൊക്കെ ചിന്തിച്ച് അവൻ അങ്ങനെ കൂലങ്കക്ഷായിട്ട് നിൽക്കും. അടുത്ത നിമിഷം കിങ് ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് ഫ്ലൈ ചെയ്ത് വരും. ഞാൻ നിന്നെ കുറ്റപ്പെടുത്താനല്ല ഇവിടേക്ക് വന്നത്. പണ്ട് മുതലേ നീ ഇങ്ങനെ തന്നെയാണ്, മന്ദബുദ്ധിയാണ്, എപ്പോഴും എല്ലാം തന്നെ നീ കുളവാക്കും. പക്ഷെ ഈ സമയത്ത് നമ്മൾ വളരെയധികം ഫുൾ ആയിട്ട് വേണം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഈ ഒരു വലിയ യുദ്ധത്തിൽ തോറ്റുപോകും. പിന്നാണെങ്കിൽ അവളുടെ കൺട്രോൾ പോവും. നിനക്ക് അല്പമെങ്കിലും മര്യാദ എനിക്ക് തന്നൂടെ? ഞാനിതൊന്നും ഡെലിബറേറ്റ്ലി ചെയ്യുന്നതല്ല, മാത്രമല്ല എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ. അതിന് കിങ് പറയും, ഞാനിപ്പോൾ നിന്നെ കുറ്റപ്പെടുത്താൻ വന്നതല്ല, ഇതിനെല്ലാം കാരണം ആ സ്ട്രോ ഹാറ്റ് ലൂഫിയാണ്. സോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അവനെയാണ്. ഇല്ലാതാക്കാൻ സാധിച്ച നമ്മൾ ഈ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് പറയും. കട്ട് ചെയ്ത ഡ്രേക്കും കാർഡ് വില്ലനും അവരാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യാണ്. കാർഡ് വില്ലൻ അവന്റെ കാർഡ്സ് ഒക്കെ അങ്ങനെ നിരത്തി വെച്ച് ഒരാളുടെ ആയുസ് അത് ചെക്ക് ചെയ്യും. അതിന് ബാക്കിയുള്ളത് ഒരേ ഒരു ദിവസമാണ്. ആ കാര്യം തിരിച്ചറിഞ്ഞ് അവൻ ഷോക്കാവും. കാർഡ് വില്ലൻ അത് ആരുടെ കാര്യമാണെന്ന് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ഒരു കോള് അവന് വരികയാണ്. അവന് മാത്രമല്ല അവരുടെ എല്ലാ അസിസ്റ്റൻസിനും കോള് വരും. പോസ്റ്റ് നിന്ന് എല്ലാവരോടും സംസാരിക്കുന്നത് സാക്ഷാൽ കിങ് ആണ്. കിങ് ആണെങ്കിൽ വിളിച്ചു പറയും, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവാണ്. ഇപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും മറന്ന് നമ്മുടെ പൊതു എനിമികളായിട്ടുള്ള ഓഡന്റെ അസിസ്റ്റൻസിനെയും സ്ട്രോ ഹാറ്റ് ലൂഫിയെയും ബാക്കിയുള്ള ആളുകളെയും എതിർക്കണം. അവരെ എത്രയും വേഗം നമ്മൾ തുരത്തി ഓടിക്കണം എന്ന് പറയും. അങ്ങനെ കാര്യമായിട്ട് സ്നെയിലിലൂടെ സംസാരിക്കുമ്പോൾ ഓൾട്ടി പെണ്ണാണെങ്കിൽ വീണ്ടും വീണ്ടും അവളുടെ ബ്രദറിനെ അറിഞ്ഞ പുറഞ്ഞ് ആഞ്ഞടിക്കുകയാണ്. ഇതിനാണെങ്കിൽ അവസാനമായിട്ട് തീർത്ത് പറയും, നമ്മൾ ഈ കാര്യങ്ങൾ ഒരിക്കലും സിമ്പിളായിട്ട് കാണാനായിട്ട് പാടില്ല. ഒരു കാരണവശാലും ആരെയും കൈഡോട് അടുത്തേക്ക് അടുപ്പിക്കരുത്. കരുതും പോലെ ഇവരാരും നിസ്സാരക്കാരല്ല, അതെല്ലാവരും ഓർമ്മ വെക്കണം എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യും. അതേസമയം യോസു ആണെങ്കിൽ ഡ്രേക്കിനോട് പറയും, എന്ത് വില കൊടുത്തും ടോപ്പ് പെർഫോമർ അതായേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ ഇല്ലാതാക്കാൻ പോകുന്നത് സാക്ഷാൽ ക്വീനെയാണ്. ഡ്രേക്ക് ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. എന്തായി പറയണേ, നിനക്ക് വട്ടുണ്ടോ? അദ്ദേഹം നമ്മുടെ ടീംമേറ്റ് ആണ്, അദ്ദേഹത്തെ ഒരിക്കലും നമ്മൾ കൊല്ലാനായിട്ട് പാടില്ല. ഡ്രേക്ക് ആണെങ്കിൽ അത് പറയുമ്പോഴും അവന്റെ മനസ്സിലും കൈഡോട് അസിസ്റ്റൻസിനെ കൊല്ലാനായിട്ട് ഒരു ത്വര അതങ്ങനെ കൂടി വരികയാണ്. മറ്റൊരു ഭാഗത്ത് സാമുറൈസ് അവരാണെങ്കിൽ ലൂഫിയോടും ടീമിനോടും പറയും, നിങ്ങൾ ഇവിടെയുള്ള ചോട്ടാമോട്ട സോൾജേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളെ എത്രയും വേഗം ഞങ്ങൾ മുകളിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇവിടെ മൊട്ടയാണെങ്കിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവും. അതേസമയം ഒരുപാട് സാമുറൈസ് ആ മോൺസ്റ്റർ ജീവിയെ റൗണ്ട് ചെയ്ത് കാലില് അറ്റാക്ക് ചെയ്യാണ്. അതാണെങ്കിൽ അതിന്റെ സ്ട്രോങ് വെപ്പൻ അവർക്ക് നേരെ ആഞ്ഞു വീശും. അടുത്ത നിമിഷം സോറോ ആണെങ്കിൽ ആ വെപ്പൻ തട്ടിത്തെറിപ്പിക്കും. ജിംബൈ അവൻ ആയുധം ക്യാച്ച് ചെയ്ത് മറ്റുള്ളവർക്ക് യാതൊന്നും സംഭവിക്കാതെ മറ്റുള്ളവരെ സേവ് ചെയ്യും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ബോസിനെയും അവന്റെ ടീംസിനെയും കാണിക്കും. അവനാണെങ്കിൽ ക്വീന്റെ നേരെ വെപ്പൻസ് ഒക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽക്കും. പക്ഷെ ക്വീന് അവനാണെങ്കിൽ അവരെന്തിനുള്ള ശ്രമമാണെന്ന് മനസ്സിലാവില്ല. ഗൂസ് ആണെങ്കിൽ ഞൊടിയിടയിൽ ഒരു ഗൺ എടുത്ത് ഇപ്പൊ ഡ്രേക്കിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അത് കണ്ട് ചുറ്റുമുള്ളവർ ഞെട്ടും. ആക്ച്വലി ഗൂസ് അവനാണെങ്കിൽ ഓൾറെഡി ഡ്രേക്ക് ഒരു ഫേക്ക് ആണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്വീനും ഗൂസും അവർ രണ്ടുപേരും പ്ലാൻ ചെയ്താണ് ഇങ്ങനെ ഒരു ഡ്രാമ അത് ക്രിയേറ്റ് ചെയ്തത്. അവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി, കാരണം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊടുത്ത് അവനെ കൊല്ലാൻ കഴിയുമെന്ന് അവൾ ചിന്തിച്ചതല്ല. പക്ഷെ എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഡ്രേക്ക് ആണെങ്കിൽ അപ്പോഴും മരിച്ചിട്ടില്ല. ചോര തുളുമ്പി ഇപ്പൊ അവൻ അവരോട് ചോദിക്കും, നിങ്ങൾ എന്താ ഈ ചെയ്യണേ? ഞാൻ നിങ്ങളോട് എന്താ ചെയ്തേ? അതിനാ കാർഡ് വില്ലൻ അവൻ ക്യാഷ്വലായിട്ട് അവിടേക്ക് ഒരു എൻട്രി കൊടുത്ത് ഇപ്പൊ ഡ്രേക്കിനോട് പറയും, ഞാൻ നോക്കിയ ലൈഫ് സ്പാൻ അത് മറ്റാരുടെയോ അല്ല, നിന്റേതാണ്. നീ നാളെ വരെ ജീവിച്ചിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. അത് കേട്ട് ഡ്രേക്ക് അവൻ ഡബിൾ ഷോക്ക്. ഡ്രേക്ക് ആണെങ്കിൽ വീണ്ടും വീണ്ടും അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ? ഞാൻ നിങ്ങളെ ചതിച്ചിട്ടില്ല. അതിന് ക്വീൻ പറയും, ലാസ്റ്റ് ടൈം ലോ രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് ഒരാളോട് സംസാരിച്ചിരുന്നു. അവനാണ് യഥാർത്ഥ ചീട്ടറെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അത് മനസ്സിലാക്കിയത് മറ്റാരുമല്ല, അവനാണെന്ന് പറഞ്ഞ് കാർഡ് വില്ലനെ ക്വീൻ ചൂണ്ടിക്കാണിക്കും. ആണെങ്കിൽ പ്രിസണിൽ വെച്ച് സംസാരിച്ചത് അത് മറ്റാരോടും അല്ല, സാക്ഷാൽ ഡ്രേക്കിനോടാണ്. സോ ഡ്രേക്കിന്റെ മൂവ്മെന്റ്സ് എല്ലാം ഓൾറെഡി ഇവർ തിരിച്ചറിഞ്ഞിരുന്നു. ഡ്രേക്ക് ആണെങ്കിൽ വീണ്ടും വീണ്ടും അവൻ അവരെ ചതിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനവര് 3 പേരും അവനെ റൗണ്ട് ചെയ്ത് ഇപ്പൊ ഡ്രേക്കിനോട് പറയും, ഞങ്ങൾ 3 മഹാശക്തികളാണ് നിനക്ക് ചുറ്റുമുള്ളത്. സോ ഇനിയും കള്ളം പറഞ്ഞ് നിനക്ക് പിടിച്ചു നിൽക്കാനാവില്ല. സത്യം പറയും, നീ ആരാ? ലക്ഷ്യം അത് തുറന്നു പറ. അങ്ങനെയാണെങ്കിൽ നിനക്ക് അല്പം വേദന കുറഞ്ഞു മാത്രമേ മരിക്കാനായിട്ട് കഴിയൂ. ഡ്രേക്ക് ആണെങ്കിൽ
അവൻ അവനെ തന്നെ നോക്കും. അവന്റെ ബോഡിയിൽ നല്ല രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ട്. സഹായം ലഭിക്കാതെ ചോര വാർന്ന് അവൻ മരിക്കും. സോ ഡ്രേക്ക് ആണെങ്കിൽ തീർത്ത് പറയും, എന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ആരാണെന്നോ എന്താണ് എൻ്റെ ലക്ഷ്യമെന്നോ ആരോടും ഞാൻ തുറന്നു പറയില്ല. എൻ്റെ മരണം വരെ അത് എന്നിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതിനാണെങ്കിൽ അവരെ നോക്കി വീണ്ടും പരിഹസിക്കും. ആക്ച്വലി നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇനിയാണ് യഥാർത്ഥ അത് ആരംഭിക്കാൻ പോകുന്നത്. സോ നിനക്ക് സുഖമായിട്ടുള്ള ഒരു മരണം അതൊരിക്കലും ലഭിക്കില്ല എന്ന് പറഞ്ഞ് ക്വീൻ ആണെങ്കിൽ അവനെ ടോർച്ചർ ചെയ്യാനായിട്ട് ആരംഭിക്കും. അതേസമയം സോറോ അവനാണെങ്കിൽ ആ മോൺസ്റ്ററിന്റെ വെപ്പൻ അത് നശിപ്പിച്ചു കഴിഞ്ഞു. വെപ്പൻ ഇല്ലാതെ അതിനെന്ത് ചെയ്യണമെന്ന് അറിയാതെ അത് ചുറ്റും നോക്കുകയാണ്. സോറോ ആണെങ്കിൽ അതിന്റെ ഓരോ ആക്ഷനും കൗതുകത്തോടു കൂടെ നോക്കും. ലൂഫിക്കാണെങ്കിൽ ഓൾറെഡി അതുപോലൊരു ക്രീച്ചറിനെ നശിപ്പിച്ചു കളഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട്. അവൻ ആ എക്സ്പീരിയൻസ് ഒക്കെ ഗെയിൻ ചെയ്ത് അതിനെ നശിപ്പിക്കാൻ അതിന്റെ നേർക്ക് ഓടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഓറിനെ അവനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് തകർത്തത് അത് ആലോചിക്കും. 2 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ആൾക്കാർക്ക് ഇത്രയും പവറൊന്നും ഇല്ലാത്ത സമയത്താണ് ആ സോംബി ഓറിനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് തകർത്തത്. ഇതിന് അത്രയും പവറൊന്നുമില്ല. മാത്രമല്ല നമ്മുടെ ആൾക്കാരിപ്പോൾ ഭയങ്കര പവർഫുള്ളാണ്. ലൂഫി ആണെങ്കിൽ അതിന്റെ ക്ലോസ് തന്നെ താമസം അത് ലൂഫി അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ന്യൂട്ടി ഇടയിൽ അവന്റെ 4th ഗിയറിലേക്ക് പോയി എക്സ്ട്രാ പവർ കൊണ്ടുവന്ന് ലൂഫി അതിനെ പുറഞ്ച് അറ്റാക്ക് ചെയ്യും. അതേസമയം ഡ്രേക്ക് ആണെങ്കിൽ എങ്ങനെ അവരുടെ കണ്ണിൽ പൊടിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ ആലോചിക്കും. ക്വീൻ ആണെങ്കിൽ വീണ്ടും അവനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. ആ ചോദ്യങ്ങൾക്കെല്ലാം ഒടുവിൽ ഡ്രേക്ക് പറയും, ഓക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും പറയാൻ തയ്യാറാണ്. പിന്നാണെങ്കിൽ അത് കേട്ട് വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷം. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. ഡ്രേക്ക് അവന്റെ കോട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ബോംബ് എടുത്ത് ക്വീന്റെ വായിലേക്ക് ഇടുകയാണ്. ആണെങ്കിൽ വമ്പൻ ഫോഴ്സിൽ പൊട്ടി അങ്ങോട്ട് തെറിക്കും. ആ ഗ്യാപ്പിൽ ഡ്രേക്ക് ആണെങ്കിൽ അവന്റെ മുറിവ് പറ്റിയ ഭാഗം അത് ടൈറ്റായിട്ട് ഇറുക്കി പിടിച്ച് മുൻപോട്ടേക്ക് ഓടും. ഡ്രേക്കിന് നന്നായിട്ട് അറിയാം ഈ ഒരു അവസ്ഥയിൽ അവനെ കൊണ്ട് കപ്പലെടുത്ത് നേവി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകാനായിട്ട് കഴിയില്ല എന്ന്. മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവൻ ആ ചുമര് ഇടിച്ചു പൊളിച്ച് തകർത്ത് താഴേക്ക് എടുത്തു ചാടി അവിടുന്ന് ഉഷാറായിട്ട് ഓടും. താഴേക്ക് വീണ ഡ്രേക്ക് ആണെങ്കിൽ താഴെ ഉണ്ടായിരുന്ന ഒരു ജയന്റ് മോൺസ്റ്ററിനെ വെട്ടിക്കൊല്ലും. ലൂഫി അതേസമയം മറ്റൊരു ജയന്റിനെയും ആഞ്ഞു വെട്ടി ഈ 2 ജയന്റുകളെ നശിപ്പിച്ചു കളയാണ്. ഡ്രേക്കിന് നന്നായിട്ട് അറിയാം ഇനി ലൂഫിക്ക് മാത്രമേ അവനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഡ്രേക്ക് ലൂഫിയോട് പറയും, ഞാൻ അവരുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുള്ള കാരണങ്ങൾ ഇപ്പൊ എനിക്ക് പറയാനായിട്ട് കഴിയില്ല. നിന്റെ സപ്പോർട്ട് അതെനിക്ക് കൂടിയേ തീരൂ. ലൂഫി ആണെങ്കിൽ അത് കേട്ട് വണ്ടർ അടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.